ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. സ്വച്ഛിടാമാംസി തൈലം മറിയ കർത്താവിൻ്റെ കാൽക്കൽ ഒഴിച്ചു. കർത്താവിൻ്റെ പാദത്തിൽ തൈലം പൂശി. നന്ദി കൊണ്ട് നിറഞ്ഞ ഒരു ആരാധനയായിരുന്നത്. നന്ദി നിറഞ്ഞ ആരാധന. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കി നമുക്ക് നന്ദിപൂർവ്വം ഓർക്കാൻ എന്തെല്ലാം ഉണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര നേരം തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും എനിക്കറിയാം നിങ്ങളെല്ലാവർക്കും അതുപോലെ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ അതിലൂടെ സമയം കിട്ടുകയില്ല. നല്ല ജോലി തിരക്കൊക്കെ ഉള്ളവരാണല്ലോ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ അതിശയത്തോടെ പറയട്ടെ, അത്ഭുതത്തോടെ പറയട്ടെ, വളരെ മഹാനായ ഒരു മനുഷ്യൻ, ഒരു അഭിമന്യ തിരുമേനി,
അദ്ദേഹം പറഞ്ഞു 3:30 മണിക്ക് എഴുന്നേക്കുമെന്ന്. 3:30 രാവിലെ പ്രഭാത നമസ്കാരം വരെയുള്ള സമയത്ത് അദ്ദേഹം എക്സസൈസ് ചെയ്യുന്നുണ്ട്, തനിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അദ്ദേഹം നടക്കുന്നുണ്ട്. രാത്രി അരമനയുടെ ചുറ്റിലും നടക്കുന്നു, നല്ല ധൃതയിൽ നടക്കുന്നു, വ്യായാമം ചെയ്യുന്നു. പകൽ സമയം കിട്ടുകയില്ല. സമയം രാവിലെ പ്രഭാത പ്രാർത്ഥന, പിന്നെ ചിലപ്പോൾ മിക്കവാറും കുർബാന കാണും, സമയമില്ല. ഞാൻ പറയട്ടെ, ഇത് അങ്ങനെയും ചെയ്തില്ലെങ്കിലും ജീവിക്കാമല്ലോ. പക്ഷേ ഓർക്കുക, ജീവിതത്തിൽ ചില നിഷ്ഠകൾ നമുക്ക് ആവശ്യമാണ്. സമയമില്ലെന്ന് പറയരുത്, സമയം കണ്ടെത്തിയേ പറ്റൂ. വേദപുസ്തകം വായിക്കാൻ സമയം കണ്ടെത്തണം, തനിയായിരുന്നു പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. ഞാൻ പറയുന്നത് സന്ധ്യയ്ക്കും രാവിലെയുമുള്ള നമസ്കാരങ്ങളുടെ കാര്യമല്ലേ പറയുന്നത്. അത് വേണം, വീട്ടിലുള്ള എല്ലാവരും ചേർന്നുള്ള നമസ്കാരം വേണം. അപ്പോൾ ദിവസം വായിക്കണം, അപ്പോൾ പാട്ട് പാടണം, പ്രാർത്ഥിക്കണം. അതല്ല, ഒറ്റയ്ക്കിരുന്ന് തനിയായിരുന്നു പ്രാർത്ഥിക്കണം. ഹൃദയഭാരങ്ങൾ ദൈവത്തോട് പറയണം, എല്ലാ സങ്കടങ്ങളും ദൈവത്തോട് പറയണം, എല്ലാം ഏറ്റു പറയണം. എന്തെല്ലാം തെറ്റുകൾ പറ്റി എല്ലാം തുറന്നേറ്റ് പറയണം. തന്നെ കണ്ടുകൊണ്ട് എല്ലാം തുറന്നു പറയണം. ദൈവം നന്മകൾക്ക് വേണ്ടി അപ്പോൾ ഇരുന്ന് സ്തുതിക്കണം. അങ്ങനെ തനിയേ ഇരുന്ന് ദൈവസന്നിധിയിലിരിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. അത് കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിൽ വളരാൻ പറ്റുകയില്ല. വളരെയല്ല, ആത്മാവ് നിലനിൽക്കുകയില്ല. ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഒരാൾക്ക് എത്ര നാൾ ജീവിക്കാൻ പറ്റും? ശ്വാസോച്ഛ്വാസം ഇല്ലെങ്കിൽ എത്ര നേരം ജീവിക്കാൻ പറ്റും? ഈ പ്രാർത്ഥനയും തിരുവചന ധ്യാനവും അത് ശ്വാസോച്ഛ്വാസം പോലെയാണ്. അത് വാസ്തവത്തിൽ കൂടിയേ കഴിയൂ. അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട്, നാം കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ യാത്ര ചെയ്ത് കളിച്ച് വരുന്നുണ്ട്, ബന്ധപ്പെട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും സന്തോഷകരം തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളോട് എനിക്ക് ആദരവുണ്ടെന്ന് പറഞ്ഞത്, ബഹുമാനമുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്, സ്നേഹമുണ്ട്. പക്ഷേ ഈ ത്യാഗം പോരല്ലോ. നമുക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മ വേണ്ടേ, ദൈവമായിട്ടുള്ളൊരു ഇൻറ്റിമസി, ദൈവമായിട്ടുള്ള അടുപ്പം വേണ്ടേ, ദൈവത്തോടൊരു അടുപ്പം വേണ്ടേ? എത്രത്തോളം ഉണ്ട്? നിങ്ങൾ നിങ്ങളുടെ പാവത്തെ ഓർത്ത് കരയുന്നുണ്ടോ? വന്നുപോയി പാവത്തെ ഓർത്ത് നിലവിളിക്കുന്നുണ്ടോ? തിന്മകൾ സംഭവിക്കുന്നതിനെക്കുറിച്ച് നിലവിളിക്കുന്നുണ്ടോ? ചിന്തകൾ വരുന്നതിനെക്കുറിച്ച് നിലവിളിക്കുന്നുണ്ടോ? തെറ്റുകൾ കാണാത്തതുകൊണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുന്ന ദൈവങ്ങൾക്കെല്ലാം അവരുടെ തെറ്റുകൾ എല്ലാം മനസ്സിലാകുന്നുണ്ട്. മനസ്സിലാക്കാൻ ദൈവം അതിനുള്ള വെളിവ് തന്നിട്ടുണ്ട്. പക്ഷേ നാം എത്രത്തോളം അതിനെക്കുറിച്ച് ജാഗരിച്ചുകൊണ്ടിരിക്കുന്നു? എന്നെ തന്നെ കണ്ട് ഞാൻ ജാഗരിച്ചില്ലെങ്കിൽ ഞാൻ വീണുപോകും. എൻ്റെ സ്വഭാവം എന്തായെന്ന് ഞാൻ തന്നെ കണ്ടുകൊണ്ട് ഞാൻ ഇരുന്ന് കരയണം. ഇന്നതാണ് എൻ്റെ സ്വഭാവം. കർത്താവേ, ഞാൻ ഇന്നും ആത്മീയനായിട്ടില്ല, ഞാൻ ഇനിയും വളരെയേറെ മാറാനുണ്ട്. ഇത് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞാൽ, എനിക്ക് എൻ്റെ അവസ്ഥ ഞാൻ തിരിച്ചറിഞ്ഞാൽ ഞാൻ ദൈവത്തിലിരുന്ന് കരയണം. എങ്കിലേ എനിക്ക് ഈ ആത്മീയത്തിൽ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. ആത്മീയത്തിൽ നിലനിന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവരാജ്യത്തിൽ പോവുകയില്ല, ഈ ഭൂമിയിൽ സമാധാനം കിട്ടുകയില്ല. ഈ ഭൂമിയിൽ സമാധാനം വേണമല്ലോ. കടന്നു ചെല്ലുമ്പോഴുള്ള സ്വർഗം വേണം, തീർച്ചയാണ്. അതല്ല, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗീയ ശാന്തി നമുക്ക് വേണം, സ്വർഗത്തിൻ്റെ സമാധാനം നമുക്ക് വേണം. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സ്വർഗീയ സമാധാനം വേണം. ആപത്തുകളുടെയും ദുരിതങ്ങളുടെയും രോഗങ്ങളുടെയും അത്യാഹിതങ്ങളുടെയും അപകടങ്ങളുടെയും നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും എല്ലാം നടുവിൽ ഒരു സമാധാന ജീവിതം എനിക്ക് വേണം. അത് നിങ്ങൾ കൊതിക്കണം പ്രിയപ്പെട്ട. അത് നിങ്ങൾ ദാഹിച്ച് അത് കിട്ടിയടങ്ങും എന്നുള്ളത് ആ ഒരു വാശിയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യണം. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. സ്തോത്രം. മരിച്ച ലാസർ ശവക്കല്ലറിൽ വെച്ച് 4 ദിവസമായി കർത്താവ് വന്നു. കർത്താവ് ലാസറിൻ്റെ പേർ ചൊല്ലി വിളിച്ചു. പാതാളത്തിൻ്റെ ഗഹ്വരത്തിൽ അടയ്ക്കപ്പെട്ട ലാസർ പാതാളത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇതാ വന്നു, ജീവൻ പ്രാപിച്ചു വന്നു നിന്നു. കൈയും കാലും കെട്ടിയിരിക്കുന്നു, മുഖം റൂമാലോട് മൂടിയിരിക്കുന്നു. അതിന് കെട്ടഴിപ്പിക്കാൻ ഞാൻ പോകട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. കെട്ടഴിച്ചു. പിന്നെ ക്രിസ്തുവിൻ്റെ കൂടെ ഒരു നടപ്പാണ്. കെട്ടഴിഞ്ഞ് കിട്ടിയാൽ ക്രിസ്തുവിൻ്റെ കൂടെയുള്ള നടപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചിലർക്ക് ഈ ബന്ധനം അഴിയുമ്പോൾ സമയത്ത് ഇനി ഇത് നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ള പേടിയാണ്. ഇത് നിലനിൽക്കുമോ, ബന്ധനം അഴിഞ്ഞോ, ഇത് നിലനിൽക്കുമോ, പേടിയാണ്. എന്തിന് പേടിക്കണം? നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാഞ്ചയുണ്ടെങ്കിൽ കർത്താവ് നിലനിർത്തി തരും, സംശയമില്ല. നല്ല ഉറപ്പാണ്. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. നന്മ ചെയ്യുന്നില്ല, ഒരുത്തൻ പോലും ഇല്ല. നോക്കൂ, ദൈവത്തിൻ്റെ കണ്ടെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കണം. ആരുണ്ട് വിശ്വസ്തയോടെ നിൽക്കുന്നത്? യഹോവയെ രക്ഷിക്കണേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ആരുണ്ട്? കർത്താവ് നോക്കുകയാണ്. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ ബലവാനെന്ന് കാണിക്കേണ്ടതിന്
ഭൂമിയിലൊക്കെയും ഓടാടിക്കൊണ്ടിരിക്കുന്നു. ആ സകലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരുണ്ട് ഭക്തിയോടെ ജീവിക്കുന്നത്? ആരുണ്ട് എന്നിൽ ഏകാഗ്രതയോടെ ഇരിക്കുന്നത്? അവനിൽ സകല കൃപയും തരാനായിട്ട് ദൈവം നോക്കുന്നത്. സകല കൃപയും തരും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്ത് പ്രതീക്ഷിക്കാത്തതായ കൃപകൾ കർത്താവ് തരും. വലിയ അനുഗ്രഹങ്ങൾ തരും. ദൈവത്തിന് സ്തോത്രം. ലാസർ പിന്നെ ക്രിസ്തുവിൻ്റെ കൂടെയുള്ള നടപ്പാണ്. ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുക പറഞ്ഞാൽ തീരുകയില്ല. നമുക്ക് അനുദിന ജീവിതത്തിൽ അനുനിമിഷം ദൈവത്തോടുകൂടെ നടക്കണം. കർത്താവ് കൂടെ ഇല്ലാതെ ഒരു സ്റ്റെപ്പ് വയ്ക്കരുത്. അത് നിങ്ങൾ നിർബന്ധം വരണം. എൻ്റെ വലഭാഗത്ത് യേശു നിൽക്കുന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് വേണം. യേശു എൻ്റെ വലഭാഗത്ത് നിർത്തിയിരിക്കുന്ന ദാവീദ് പറഞ്ഞു 16 സങ്കീർത്തനത്തിൽ, അവൻ്റെ വലഭാഗത്ത് നിർത്തിയിരിക്കുന്നു. വലഭാഗത്ത് യേശു ക്രിസ്തു നിൽക്കുന്നു. ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് വേണം. എൻ്റെ കൂടെ കർത്താവ് നടക്കുന്നു. അവൻ്റെ മഹത്വം എൻ്റെ പിൻപടയായി പിന്നീട് സൈന്യം പോലെ അവൻ്റെ മഹത്വം എന്നെ അനുഗമിക്കുന്നു. ദൂതന്മാർ ചുറ്റും എന്നെ കാവൽ ചെയ്യുന്നു. കീഴേ ശാശ്വത ഭുജങ്ങളിനെ താങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മീതെ കർത്താവിൻ്റെ വലങ്കരൻ്റെ മീതെ പിടിച്ചിരിക്കുന്നു. സ്തോത്രം. വശങ്ങളിൽ ആ ചുറ്റും മാലാഖമാർ, പിന്നിൽ ദൈവത്തിൻ്റെ മഹത്വം പിൻപടയായിട്ട്. ഇതെല്ലാം ദൈവം തരുന്ന വാഗ്ദാനങ്ങളാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുക. ഓഫീസിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഓഫീസിൽ ചെല്ലുമ്പോൾ നിങ്ങളറിയണം, ഇന്ന് ഞാൻ ഈ ഓഫീസിലിരിക്കുന്നു. കർത്താവേ, എത്ര നാളുണ്ട് ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ഇവിടെ ഞാൻ ഇരിക്കുമ്പോൾ കർത്താവേ, എൻ്റെ കസേരയുടെ അടേരിയത്ത് കർത്താവേ നീ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. തൂലാമാലകൾ പിടിച്ച പ്രശ്നങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ അരികത്തുണ്ടെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് വേണം. അനേകം ആവലാധികൾ നിങ്ങളുടെ ജീവിതത്തിൽ തെറുത്തു വരുമ്പോഴും ക്രിസ്തുവിൻ്റെ കൂടെയുണ്ട്. ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നു. ക്രിസ്തുവിൻ്റെ ചേർന്ന് നടക്കുന്നു. ലാസർ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നു. ജീവൻ പ്രാപിച്ച ലാസർ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നു. എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം. സഹോദരിമാർ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നു. സമാധാനം. 4 ദിവസം മുമ്പ് ശവക്കല്ലറയിലേക്ക് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയ ആ സഹോദരിമാരിപ്പോൾ സന്തോഷത്തോടെ വലിയ അത്യാനന്ദത്തോടെ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ കൂടെ അവർ നടന്നു പോവുകയാണ്. നമുക്ക് വേണം ക്രിസ്തുവിൻ്റെ കൂടെയുള്ള നടപ്പ് വേണം. ഹാനോക്ക് ദൈവത്തോട് നടന്നു. നോഹ ദൈവത്തോട് നടന്നു. മോശ ദൈവത്തോട് നടന്നു. എന്തുകൊണ്ട് എനിക്ക് നടന്നുകൂടാ? അബ്രഹാം ദൈവത്തോട് നടന്നു. എനിക്ക് എന്തുകൊണ്ട് നടന്നുകൂടാ? ഇത് നിങ്ങൾ ഒരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ എടുക്കണം. എനിക്കും ദൈവത്തിൻ്റെ കൂടെ നടക്കണം. എൻ്റെ ഓരോ സെക്കൻഡും ദൈവത്തിലൂടെ ആയിരിക്കണം. ദൈവമില്ലാത്ത ഒരു സമയം എനിക്ക് ഉണ്ടായിരിക്കരുത്. രാത്രി ഉറങ്ങുമ്പോൾ കർത്താവേ, ഞാൻ ഉറങ്ങുമ്പോൾ രാവിലെ ഉറങ്ങുമ്പോൾ അരികിൽ കാവലെനിക്ക് ആ തിരുരക്തം നിന്റെ രൂപത്തിന് സദാ നീ വിടുതൽ തന്നിടണമേ. രാവിലെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നിൻ്റെ തിരുരക്തത്തിന് കാവലായി നിൽക്കണമേ. നിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട എനിക്ക് കർത്താവേ നീ കാവലായി നിൽക്കണമേ. എനിക്ക് പൈശാചിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും ബാധകളിൽ നിന്നും വിടുതൽ തന്നുകൊള്ളണമേ. ഇത് നാം സുത്താനമസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട്. രാവിലെ ഉറങ്ങുമ്പോഴരികിൽ കാവലെനിക്ക് ആ തിരുരക്തം നിൻ്റെ രൂപത്തിന് സദാ നീ വിടുതൽ തന്നിടണമേ. പാടിപ്പോകും, ചൊല്ലും, പക്ഷേ ഇതൊന്നും അർത്ഥം അറിയുന്നില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കർത്താവേ തിരുരക്തത്തിൻ്റെ വലയത്തിനുള്ളിൽ എന്നെ കിടത്തണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കർത്താവേ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ ബോധമനസ്സ് ഉറങ്ങുന്ന സമയത്ത് കർത്താവേ അബോധ മനസ്സിൽ നിന്നോ എൻ്റെ ഉപബോധ മനസ്സിൽ നിന്നോ സ്വപ്നങ്ങൾ കയറി വരുമ്പോൾ ആ സ്വപ്നങ്ങളെ ചീത്ത സ്വപ്നങ്ങളെ തടുത്തുകൊണ്ട് കർത്താവേ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. പിശാച് എന്നെ ഉപദ്രവിക്കാൻ നീ വിട്ടുകൊടുക്കരുത്. സാത്താൻ എന്നെ ഈ കിടക്കയിൽ നിന്ന് മേലോട്ട് എറിയുന്നത്, അങ്ങനെയല്ലെങ്കിൽ അവനെ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്, പാമ്പിനെയോ ആനയെയോ അതുപോലുള്ള ഭീകര ജീവികളെയോ കാണുന്നത്, ഇതെല്ലാം സ്വപ്നങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ. അത് കർത്താവേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ദുസ്വപ്നങ്ങൾ വരികയില്ല. ഉറക്കത്തിൽ കഴുത്ത് ഞെക്കിപ്പിടിച്ചുകൊണ്ട് എൻ്റെ ശ്വാസം പൊട്ടിച്ചുകൊണ്ട് എന്നെ വിഷമിപ്പിക്കുന്നതായ ദുരാത്മാക്കൾ എൻ്റെ അടുത്തേക്ക് വരാതെ നീ എന്നെ കാത്തുകൊള്ളണമേ. പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവിൻ തിരുരക്തത്തിൽ വലയം ചെയ്ത് കിടന്ന് നിങ്ങൾ ഉറങ്ങണം. ഉറക്കത്തിൽ നിൽക്കുമ്പോൾ നല്ല ഫ്രഷായിരിക്കും, നല്ല സുബോധത്തോടുകൂടി ആയിരിക്കും എഴുന്നേൽക്കുന്നത്. നല്ല പുതുമയോടുകൂടി ആയിരിക്കും എഴുന്നേൽക്കുന്നത്. ഫ്രഷായിരിക്കും. അപ്പോൾ മയക്കമൊന്നുമില്ല. നല്ല സുബോധത്തോടെ എഴുന്നേൽക്കുന്നു. കർത്താവേ ദൈവമേ അത്ഭുതം, നീ രാവിലെ എന്നെ എഴുന്നേൽപ്പിച്ചല്ലോ. എത്രയോ പേര് രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് എഴുന്നേറ്റില്ല, എനിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചല്ലോ. ദൈവമേ നിനക്ക് സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നു. വീണ്ടും നമ്മുടെ മെസ്സേജ് കേൾക്കുന്നു, 5:30 മെസ്സേജ് കേൾക്കുന്നു. അത് കഴിഞ്ഞ് നമസ്കാരം അതെല്ലാം കഴിഞ്ഞു. പിന്നെ നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ വേറിട്ടിരിക്കണം. അതിന് സമയമില്ലാത്തവരാണ് നേരത്തെ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും യേശുവിൻ്റെ കൂടെ നടക്കണം. ടു ബി വിത്ത് ജീസസ്. യേശുവിൻ്റെ കൂടെ ആയിരിക്കണം. യേശുവിൻ്റെ കൂടെയുള്ള നടപ്പ് എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതകരമായ ആനന്ദാനുഭവമാണ്. എന്തൊരു ശക്തിയാണെന്നോ, എന്തൊരു പ്രകാശമാണെന്നോ, എന്തൊരു കെട്ടുറപ്പാണെന്നോ, എന്തൊരു ധൈര്യമാണെന്നോ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം. ഈ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണം, ക്രിസ്തുവിൻ്റെ കൂടെ നടക്കണം. അരുതായികളൊന്നും വരാൻ സമ്മതിക്കില്ല. കർത്താവ് അപ്പോഴപ്പോൾ ബോധം തരും. അരുതാത്തൊരു കാര്യം, ഒരു പ്രലോഭനം, ഏതെങ്കിലും പാദത്തിലേക്കുള്ളൊരു പ്രേരണ വരാൻ തുടങ്ങുമ്പോഴേക്കും കർത്താവ് നമുക്ക് അലാറം തരും. കർത്താവ് ഓർമ്മ തരും, മോനെ നീ സൂക്ഷിച്ച് പോയാൽ മതി, വളരെ സൂക്ഷിച്ച് പോകണം, വഴുവഴുപ്പുള്ള വഴിയാണ്, സൂക്ഷിച്ച് പോകണം. വേണമെങ്കിൽ കർത്താവ് അപ്പോൾ നമ്മുടെ കയ്യിൽ മുറുകെ പിടിക്കും, തെന്നി വീഴാതെ മുറുകെ പിടിക്കും. ഇതൊക്കെ വാസ്തവമാണ് ഈ പറയുന്നത്. നിങ്ങൾ സ്വപ്നം കാണുകയല്ല, നിങ്ങൾ ചില ഊഹാഭോഹങ്ങൾ കേൾക്കുകയല്ല, നിങ്ങൾ ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനമാണ് കേൾക്കുന്നത്. ക്രിസ്തു നിങ്ങളോട് ചില കാര്യങ്ങൾ അറിയിക്കാനുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ കൂടെ നടക്കണം. പരീക്ഷാ ഹോളിലേക്ക് ചെല്ലുമ്പോൾ ക്രിസ്തു കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പരീക്ഷാ ഹോളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലേക്ക് കിട്ടുമ്പോൾ കർത്താവേ നിൻ്റെ കരം തൊട്ട് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങുന്നു. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നു, ഇൻ്റർവ്യൂവിന് പോയി ഇന്ന് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ആ ജോലി സ്ഥലത്ത് നിങ്ങൾ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച് നിൽക്കുമ്പോൾ പറയണം, കർത്താവേ ഇൻ്റർവ്യൂവിന് ഞാൻ പോകുമ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായും ശക്തമായുള്ള മറുപടി പറയാൻ കൃപ തരണം. പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിസ കിട്ടുന്നതിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ ഈ വിസ ഞാൻ വാങ്ങുന്നത് എനിക്ക് എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയല്ല, എൻ്റെ യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി. കർത്താവേ എൻ്റെ യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി. കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നതായ കടങ്ങളും ബാധ്യതകളും മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ ജോലിക്ക് വേണ്ടി നോക്കുന്നു. കർത്താവ് വിസ തരണം. കർത്താവിന് പറയണം, പ്രാർത്ഥിക്കണം. ഇങ്ങനെ അനേകം കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണം. മക്കളെക്കുറിച്ചുള്ള ആവലാധികൾ ഹൃദയത്തിലേക്ക് വരണം. മക്കൾ പഠിക്കുന്നില്ല, ഒരു ശ്രദ്ധയിക്കുന്നില്ല, ഒരു കാര്യമായി ഗൗരവത്തോടെ ജീവിക്കുന്നില്ല, അതിനേക്കുള്ള വേദനകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന വിഷയമായി ഉയർന്നുകൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ കൂടെയുള്ള നടപ്പ്, സ്തോത്രം. നടന്നു, യേശുവിൻ്റെ കൂടെ നടന്നു, വീട്ടിലെത്തി. അപ്പോഴാണ് മറിയ, കർത്താവ് അവിടെ ഇരിക്കുന്നു, ആ മുഖത്ത് കണ്ണുപിടിക്കാതെ ലാസർ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു. അപ്പോൾ മാർത്ത ശുശ്രൂഷ ചെയ്യുന്നു. മാർത്ത അങ്ങനെയാണ്. മാർത്തയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എവിടെയും എന്തെങ്കിലും കാര്യമായി വേല ചെയ്യേണ്ട കാര്യങ്ങളിൽ മാർത്തയാണ് ശ്രദ്ധിക്കുന്നത്. അതും ഒരു നല്ല ശുശ്രൂഷയാണ്. അവിടെ വന്നിരുന്ന ആളുകൾക്ക് ആഹാരം കൊടുക്കണം, അവിടെ വരുന്നവർക്ക് ആഹാരം പാത്രം കഴുകി വയ്ക്കുക, ആഹാരം കൊണ്ടുപോയി കൊടുക്കുക, തുടങ്ങിയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യണമല്ലോ. മാർത്തയാണ് അതൊക്കെ ചെയ്യുന്നത്. മറിയ ആ സമയത്ത് മറിയ ചെയ്തത് വിലയേറിയ സുചേടാമാംസി തൈലം, വളരെ സുഗന്ധമുള്ള സുചേടാമാംസി തൈലം കൊണ്ടുവന്ന് കർത്താവിൻ്റെ കാലിൽ പൂശി. ഒന്നുകൂടെ വായിക്കാം, 12-1 വാക്യം മുതൽ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയിലേക്ക് യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനെ ഒരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ലാസർ തൻ്റെ കാൽക്കൽ ചേർന്നിരിക്കുന്നു. മാർത്ത ശുശ്രൂഷ ചെയ്യുന്നു. മറിയ സുഗന്ധ തൈലം പൂശുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം കാണുന്നത് മാർത്തയുടെ വർക്ക്, ജോലിയാണ്. ജോലി ചെയ്യണം. ആത്മീയമായ കൂട്ടായ്മയിൽ വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ജോലിയുണ്ട്, ചെയ്യണം. മാർത്ത ജോലി ചെയ്യുന്നു, വർക്ക്. ഇനി മറിയോ വർഷിപ്പ്, മറിയ ആരാധിക്കുന്നു, തൈലം പൂശുന്നു, ആരാധിക്കുന്നു. ലാസർ വിറ്റ്നസ് സാക്ഷ്യം പറയുന്നു. സാക്ഷ്യം പറയുകയല്ല, സാക്ഷ്യം. ലാസർ അങ്ങനെ ഇരിക്കുന്നതിനൊരു സാക്ഷ്യമാണ്. മരിച്ച് ജീർണിച്ച് പോയവൻ ഉയർത്തെഴുന്നേറ്റ് ഇരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. സാക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. വർക്ക്, വർഷിപ്പ് ആൻഡ് വിറ്റ്നസ്, ഈ 3 വാക്ക് പഠിച്ചിരുന്നത് നല്ലതാണ്. ഒന്ന്, മാർത്ത വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, ജോലി കാര്യങ്ങൾ നോക്കണം. മറിയ തൈലം പൂശുന്നു, വർഷിപ്പ് ചെയ്യുന്നു, ആരാധിക്കുന്നു. ലാസർ വിറ്റ്നസ് ചെയ്യുന്നു. ലാസർ ഒരു വിറ്റ്നസ്സാണ്, സാക്ഷിയാണ്. ഇത് 3 ചേർന്നതാണ് ക്രിസ്തീയ ജീവിതം, നമ്മുടെ ജീവിതം. അവിടെ അന്ന് ബേഥാനിയ ഭവനത്തിൽ ഈ 3 ചേർന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് 3 വരണം. വർക്ക് ചെയ്യണം. അലസരായിരിക്കരുത്, ഒരിക്കലും അലസരായിരിക്കരുത്. പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു അധ്യാപകനോ അല്ല വേറെ ഏതെങ്കിലും ഒരു ഫാക്ടറി ജോലിക്കാരനോ അല്ല ഏതെങ്കിലും റബ്ബർ വെട്ടുകാരനോ എന്തുമാകട്ടെ, ഏത് തൊഴിലാണെങ്കിലും നാം വർക്ക് ചെയ്യണം, അലസരാകാൻ പാടില്ല. പലർക്കും അറിയാൻ പാടില്ല. ജീവനൊക്കെ കിട്ടി, പക്ഷേ വർക്കിൽ അലസ വരുമ്പോഴേക്കും അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു, അതറിയുന്നില്ല. പ്രകടമായ പാവം വന്നോ? ഇല്ല, പാവമൊന്നും വന്നില്ല. പക്ഷേ ജോലിയിൽ വിശ്വസ്തയില്ലാതെ പോയാൽ തീർച്ചയായിട്ടും കർത്താവിന്റെ കൃപയോടെ നിലനിൽക്കുകയില്ല. ജോലിയിൽ ആ ഒരു ആത്മാർത്ഥതയില്ലാതെ പോയാൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ കൃപ നിലനിൽക്കുകയില്ല. ജോലിയിൽ വിശ്വസ്തരായിരിക്കണം. ജോലി ഉഴപ്പരുത്.
ജോലിയിൽ അലസരാകരുത്, ജോലിയിൽ അലംഭാവം പാടില്ല, ഇത്രയൊക്കെ മതി എന്ന് ചിന്തിച്ചു പോകരുത്. ഏറ്റവും വിശ്വസ്തമായി ജോലി ചെയ്യുക. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിലേക്ക് വിചാരകനാക്കി നിയമിക്കും. അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ അധികത്തിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ജോലിയിൽ നമ്മളൊക്കെ ചിന്തിച്ച് നോക്ക്. ഞാൻ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നു, ഞാനൊരു അധ്യാപകനായിരുന്നു, അധ്യാപകവൃത്തിയിൽ ഞാൻ വിശ്വസ്തനായിരുന്നോ? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. നിങ്ങൾ ഓരോരുത്തരായിരിക്കുന്ന ജോലി എന്താണ്? ജോലി ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ ഓഫീസിൽ ഞാൻ ജോലി ചെയ്യുന്നു, ഓഫീസിൽ ഞാൻ വിശ്വസ്തനാണോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ അനുഭവങ്ങളൊന്നും പറയുന്നില്ല. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ജോലിയിൽ വിശ്വസ്തരായിരിക്കണം, ആത്മാർത്ഥമായി ജോലി ചെയ്യണം. ഇതെല്ലാം കാണുന്ന ദൈവം ഉണ്ടെന്നുള്ള ചിന്തയോട് ജോലി ചെയ്യണം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിലെ ദൃഷ്ടിസേവകളല്ല, മനുഷ്യരെ കാണിക്കാനല്ല. സ്വർഗത്തിലെ ദൈവം കാണുന്നു, ആ ബോധ്യത്തോട് ജോലി ചെയ്യണം. ജോലികൾ നല്ല നിഷ്കർഷയുണ്ടായിരിക്കണം, ശ്രദ്ധയുണ്ടായിരിക്കണം, സൂക്ഷ്മതയുണ്ടായിരിക്കണം. മാർത്ത വർക്ക് ജോലി ചെയ്തു, മറിയ വർഷിപ്പ് ആരാധിച്ചു, ലാസർ വിറ്റ്നസിങ് സാക്ഷ്യമുള്ള ജീവിതം. സാക്ഷ്യമുള്ള ജീവിതം. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യാവസ്ഥ. അങ്ങനെയുള്ളൊരു കുടുംബം നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റുമോ? ചിന്തിക്കുമോ? അങ്ങനെയുള്ള ഒരു വർക്കിംഗ്, വർഷിപ്പിംഗ് ആൻഡ് വിറ്റ്നസിങ് ലൈഫ്, അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ കാണണം, യേശുവിനെ കാണണം. നിങ്ങളുടെ ജീവിതത്തിലെ സ്വഭാവം കണ്ട് യേശുവിനെ കാണണം. ഇതാണ് ഒരു സാക്ഷാൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് മറ്റുള്ളവർ കാണണം. ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. വിശ്വസ്തരായിരിക്കണം, എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കണം. അലസത പാടില്ല. ആരെയും ബോധിപ്പിക്കാനല്ല, എല്ലാം കാണുന്ന ദൈവം സന്തോഷിക്കാൻ, ദൈവം പ്രസാദിക്കാൻ, യേശുക്രിസ്തു പ്രസാദിക്കണം. ഈ ചിന്തയോടുകൂടിയായിരിക്കണം നാം ജോലി ചെയ്യുന്നത്. ഞാൻ കോളേജിൽ ഒരിക്കൽ പോലും നിങ്ങൾ കൂട്ടായ്മയിൽ വരണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു കേൾക്കാൻ ചിലർ ആഗ്രഹിച്ചു, അതൊന്നിട്ടും പറഞ്ഞിട്ടില്ല. കൂട്ടായ്മയിൽ വരാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഞാൻ സുവിശേഷം പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ചിന്തിച്ചതെന്താണെന്നറിയാമോ? ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചത് എൻ്റെ ജീവിതവും എൻ്റെ ജീവിത ശൈലിയും കണ്ട് അനുകരിക്കാൻ കൊള്ളാവുന്നതാണെന്ന് ആർക്കും തോന്നുമെങ്കിൽ വരട്ടെ, അങ്ങനെ വരട്ടെ. അതായിരുന്നു എൻ്റെ ചിന്താഗതി. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള ഭാഗങ്ങൾ പഠിപ്പിക്കാല്ലാതെ വേറെ സുവിശേഷമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സുവിശേഷകനാണ്, അന്ന് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ അവർ ആകർഷിക്കപ്പെട്ട് വരട്ടെ, അതേ ഉള്ളൂ. ഭാഗ്യവശാൽ പലരും വന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളുടെ പ്രസംഗമല്ല വേണ്ടത്, നിങ്ങളുടെ ജീവിതം സാക്ഷിക്കട്ടെ. ജീവിതം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാകണം, ശ്രേഷ്ഠമായിട്ട് മറ്റുള്ളവർ ശ്രദ്ധിക്കത്തക്ക എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ആണോ? അങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം? നിങ്ങളുടെ ജീവിതം, കുടുംബത്തിൽ നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടോ? ഭർത്താവിന് നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? എപ്പോഴും പരിഭവിക്കുന്നവൾ, എപ്പോഴും കോപിക്കുന്നവൾ, എപ്പോഴും പിള്ളേരോട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നവൾ, എപ്പോഴും വീട്ടിൽ ശല്യം ഉണ്ടാക്കുന്നത്, മനസ്സിന് വേദന വരുന്ന രീതിയിൽ സംസാരിക്കുന്നവൾ, എന്തൊരു ഭയങ്കര കോപം. ഇങ്ങനെയാണോ ഭാര്യയെക്കുറിച്ച് ഭർത്താവിന് തോന്നുന്നത്? ഭർത്താവിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഭാര്യയ്ക്ക് തോന്നുന്നത്? അയ്യോ, എന്തൊരു ചുണ്ടിയുള്ള മനുഷ്യൻ, പെട്ടെന്ന് കോപം വരുന്നു, ചില ദുശ്ശീലങ്ങളുണ്ട്, മാറുന്നില്ല, എത്ര സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിച്ചാലും സ്നേഹത്തോടെ പറഞ്ഞാലും മനസ്സിലാകുന്നില്ല. അതാണോ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള സാക്ഷ്യം? വീട്ടിൽ സാക്ഷ്യം വേണം. നമ്മുടെ സ്വന്തം ഭവനത്തിൽ സാക്ഷ്യം വേണം. സ്വന്തം വീട്ടിൽ, സ്വന്തം മക്കളുടെ മുമ്പിൽ, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ, സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ, സ്വന്തം സഹോദരങ്ങളുടെ മുമ്പിൽ, സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ നമുക്കൊരു സാക്ഷ്യം വേണം. അതാണ് വിറ്റ്നസ്. സാക്ഷ്യം വേണം. നാം ജീവിക്കുന്ന തെളിവ് സാക്ഷ്യമാണ്. ജീവിക്കുന്നു. ലാസർ ജീവിക്കുന്ന തെളിവാണ് സാക്ഷ്യം. ജീവിക്കുന്നു, അതാണ് സാക്ഷ്യം. ക്രിസ്തുവിൽ ജീവിക്കുക. ക്രിസ്തുവിനിൽ വലിയ ചെയ്തു എന്നുള്ളൊരു ബോധ്യം. ക്രിസ്തുവിനിൽ വലിയ ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഈ വാക്കുകളെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കാൻ നോക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെന്ത് പറയുന്നു? നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് തോന്നി തുടങ്ങിയോ? ഒന്നൊന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നുന്നുണ്ടോ? ഇതുവരെ ജീവിച്ചതുപോലെ ഒന്ന് ജീവിച്ചാൽ പോരല്ലോ, ഞാൻ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി കളയരുതല്ലോ, എൻ്റെ ജീവിതം പാഴായി പോകാൻ പാടില്ലല്ലോ, എനിക്ക് സമാധാനപൂർണ്ണമായൊരു ജീവിതം വേണമല്ലോ, എനിക്ക് യേശു പ്രസാദിക്കുന്നൊരു ജീവിതം വേണമല്ലോ, യേശുവിൻ്റെ ഹിതം എനിക്ക് നിറവേറ്റണമല്ലോ. ഈ അല്പകാല ആയുസ്, വളരെ ചെറിയൊരു ആയുസ്, ദൈവത്തിന് സ്തോത്രം, വളരെ കുറച്ചൊരു ആയുസ്, ഈ ആയുസ് കർത്താവേ എപ്പോഴാണ് ഞാൻ കണ്ണടയുന്ന അറിഞ്ഞുകൂടല്ലോ. കർത്താവേ, ഞാൻ വിചാരിക്കാത്ത സമയത്ത്, ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമല്ലോ. അതിനു മുൻപ് കർത്താവേ, ഒരു പൂർണ്ണ വിശുദ്ധനായി, പൂർണ്ണ വിശ്വസ്തനായി, പൂർണ്ണ ശുദ്ധിമതിയായി,
മാതൃകായോഗ്യമായ ജീവിതം നയിച്ച് ഞാൻ ഇനിയുള്ള കാലം ചെലവഴിക്കും തീരുമാനിക്കാൻ പറ്റുമോ? സ്തോത്രം. ഇനിയുള്ള കാലം ക്രിസ്തുവിന് വേണ്ടി ഞാൻ എരിഞ്ഞടങ്ങും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആയുസ് ഒരേ ഒരു ലക്ഷ്യം മാത്രം, ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തു പ്രസാദിക്കുന്ന ജീവിതം നയിക്കുക. കർത്താവേ, അതിനുള്ള ഭാഗ്യം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. കണ്ണുകൾ അടയ്ക്കാം. നിങ്ങൾ തീരുമാനം നിങ്ങൾക്ക് വരുന്നുണ്ടോ നിങ്ങൾ നോക്കുക. ആ തീരുമാനം നിങ്ങൾ കിട്ടുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കൂ. യേശു ക്രിസ്തു പ്രസാദിക്കുന്ന ജീവിതമാണ് ഞാൻ നയിക്കാൻ പോകുന്നത്. ഇതുവരെ വന്നതോ എല്ലാം കർത്താവ് ക്ഷമിച്ചു തരും. മനസ്സറിഞ്ഞ് പാപം ചെയ്തതോ അതും ക്ഷമിച്ചു തരും. എന്തെല്ലാം തെറ്റുകൾ വന്നോ എല്ലാം ക്ഷമിച്ചു തരും. കർത്താവിൻ്റെ തിരുരക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കും. വിശ്വസിക്കുക. നിന്നിട്ട് നിങ്ങൾ കർത്താവിനോട് പറയുക, കർത്താവേ, ഇനിയുള്ള എൻ്റെ ജീവിതം ഞാനിതാ തിരുമുമ്പാകെ ഞാൻ തുറന്നു വയ്ക്കുന്നു. കർത്താവേ, എനിക്ക് മറയ്ക്കാനൊന്നുമില്ല, എല്ലാം ഞാൻ തുറന്നു വച്ചിരിക്കുന്നു. കർത്താവേ, നിൻ്റെ തൃക്കൈകളിൽ നിന്നുള്ള തിരുരക്തത്തിൻ്റെ തുള്ളി എൻ്റെ മേൽ വീണ്, ഈ എൻ്റെ ജീവിതത്തെ ഞാൻ തുറന്നു വച്ചിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ മേൽ ആ തിരുരക്തം വീണ്, ഇപ്പോൾ നാഥ നീ എന്നെ കഴുകണമേ, സമ്പൂർണ്ണമായി നീ എന്നെ ശുദ്ധീകരിക്കണമേ. എനിക്ക് വേറെ ഒന്നും വേണ്ട കർത്താവേ. ഒരു വിശുദ്ധനായി ജീവിച്ച് ഈ ജീവിതം തീർക്കണം, ഒരു ശുദ്ധിമതിയായി ജീവിച്ച് ഈ ആയുസ് തീർക്കണം. മതി കർത്താവേ, വേറെ ഒന്നും വേണ്ട. എൻ്റെ കർത്താവേ, അങ്ങനെയുള്ള തീരുമാനിക്ക് വരുമ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം നീ നോക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കർത്താവേ, ഞാൻ എന്നെ തന്നെ നിനക്ക് തരുമ്പോൾ എൻ്റെ കാര്യം നീ നോക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ രോഗത്തിൻ്റെ കാര്യം നീ നോക്കും, എൻ്റെ മക്കളുടെ കാര്യം നീ നോക്കും, എൻ്റെ കടത്തിൻ്റെ കാര്യം നീ നോക്കും. കർത്താവേ, എൻ്റെ ഭാരങ്ങളും എൻ്റെ പ്രയാസങ്ങളും എല്ലാം നീ നോക്കും. ഞാൻ അറിയുന്നു കർത്താവേ, നീ എല്ലാം നോക്കും. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഇപ്പോൾ നാഥ തൃക്കരം എൻ്റെ മേലൊന്ന് നീട്ടണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ടോ? വാസ്തവമായി നിങ്ങൾക്ക് ഒരു വിശ്വാസം വരുന്നുണ്ടോ? ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ടെന്ന് വിശ്വാസമുണ്ടോ? ക്രിസ്തു നിങ്ങളുടെ ചേർന്ന് നിൽക്കുകയാണെന്ന് വിശ്വാസമുണ്ടോ? നിങ്ങളോട് അവൻ ഹൃദ്യമായി സംസാരിച്ച് നിങ്ങൾ ബോധ്യമുണ്ടോ? എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ക്രിസ്തു മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ പറയൂ, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ സ്തോത്രം. കർത്താവേ, അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. അടിയങ്ങളെ തൃക്കരം നീട്ടി ആശീർവദിച്ചതിനായി സ്തോത്രം. എൻ്റെ നാഥ, ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടെ ദിവ്യപ്രകാശം കൊണ്ട് നിറയ്ക്കുകയും സമാധാന ജീവൻ നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് രണ്ടാമത്തെ വരയിൽ വിശുദ്ധന്മാർ പറന്നു വരുമ്പോൾ അപ്പോൾ അടിയങ്ങളെല്ലാവരും പറന്നെത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്കും ഭാഗ്യം തരണമേ. അതിനുള്ള രൂപാന്തരം തരണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.